വേണ്ടിയത് അപ്പന്? ഇതാണല്ലോ, ഇതല്ലേ എനിക്ക് വേണ്ടിയത്? അപ്പൊ എനിക്ക് എന്നെ ഇവിടുന്ന് ഓട്ടിട്ട് കിട്ടൂല്. ആരെ കഴിഞ്ഞു. ഇനിയിപ്പോ കണ്ടോ ഇവിടുന്ന് ഇട്ട് കയറി ഇവിടെ എത്തി. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ സൺഡേ പരിപാടിയൊക്കെ എന്താ വെച്ചാല് കുറേ തിരക്കിലായിപ്പോയി, വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതാ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ഗായ്സ്. ഇവിടുത്തെ വണ്ടിക്ക് വിലങ്ങനെ ഇട്ടിക്കണ്. ഇപ്പോൾ സമയം 6:34. വാർത്തകൾ വായിക്കുന്നത് സിൻഷാദ് കണ്ണിയൻ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ ഞങ്ങള് മഞ്ചേരി പോവാണ്. ഞങ്ങളെ ഡ്രസ്സ് എടുക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഓരോരെ എന്തൊരു കല്യാണമാണ് ആവത്. ഓളെ കല്യാണത്തിന് കൊണ്ട് ഓൾ ഇത്ര ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. സത്യം എന്നോട് മനു അതാ ചോദിച്ചത്, എന്റെ കല്യാണത്തിന് എത്ര ഡ്രസ്സ് എടുത്തു ചോദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് മുതലെടുക്കുന്നത്. അപ്പോ അതിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്, അപ്പൂസിന് ഷൂ എടുക്കാൻ പോവാണ്. ഞമ്മക്ക് എന്താ വെച്ചാല് വണ്ടി ഡ്രൈവ് ചെയ്ത് കൊടുത്താൽ മതി. പൈസ ഒക്കെ മുതലാളി കൊടുക്കുന്നുണ്ട്. കാരണം ഓള് വർക്ക് എടുത്തപ്പോ ഞമ്മക്ക് ഇപ്പൊ കൊറേ കൈ ഫ്രീ ആയ മാതിരി ഗൈസ്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത മൈലാഞ്ചി വർക്ക് ഞാൻ ഉണ്ടായി കൊടുക്കും. ഓക്കെ, അപ്പൂസിന് എന്താ പറയല്ലേ, അങ്ങനെ പൊട്ടിച്ചിന് ഗ്ലാസ്. ഗൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞ് ഞാനും അപ്പൂസും വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്കും ഉപ്പാൻ്റെ അടുത്തേക്കും പോയി, താത്താൻ്റെ അടുത്ത് പോയി, കുട്ടികൾ, മൂത്താപ്പ, മമ്മ, എല്ലായിടത്തേക്കും ഞാൻ അപ്പൂസും പോയി ഗൈസ്. അപ്പൊ അപ്പൂസിന് ഒരു വിഷയോ ഇല്ല. ദിലുവിനെ ചോദിച്ചില്ല ഗൈസ്. അത് സങ്കടായിട്ട് മിനിറ്റിന് വിളിച്ചു. അല്ല പോരാനായില്ലേ അപ്പൂസിനുണ്ടോ ഹലോ ഹലോ അല്ലേ. അപ്പൊ മമ്മ ഇടക്ക ഹലോ ഹലോ എന്ന് വിളിച്ചാണ്. അപ്പൊ ഞങ്ങള് വന്ന് ഏകദേശം 6 മണിയായപ്പോ പിന്നെ ഇറങ്ങിയതാണ്. 6:30 ആയപ്പോ നമ്മള് മാറ്റി ഇറങ്ങി. അപ്പൊ ഞങ്ങൾക്ക് പോണ വെച്ചാല് എന്താ പോണത് മഞ്ചേരി എന്താ അപ്പൂസിനാണ് കാര്യമായിട്ട്. ഞാൻ എനിക്ക് എടുക്കണ്ടേ അവിടെ ചെന്നിട്ട് ഒന്ന് ആലോചിക്കണം. മാക്സിക്ക് ഒന്ന് പോണം, മാളിൽ പോണം. മാളിൽ പോയിട്ട് മോൾക്കൊന്ന് പോണം. കുറച്ച് വീഡിയോസ് എടുക്കണ്ട് ഗൈസ്. ഞാൻ നടന്നു വരുന്ന വീഡിയോസ് ഓണത്തിന് ഇറക്കാനാണ് ഗൈസ്. ഓണത്തിന് ഇറക്കാനല്ല, ഞാൻ അപ്പൊ തന്നെ ഇറക്കും. ഓണത്തിന് ഞാൻ വേറെ പാലും കാക്കാനാ പോണത്. അപ്പോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥ ഗൈസ്. ചെലവോട് ചെലവാണ്. നമ്മള് തിങ്കൾ മുതൽ ശനി വരെ പണിയെടുക്കും. പിന്നെ ഞായറാഴ്ച ആകുമ്പോ ഫുള്ള് പൈസ ചെലവാക്കി കളയാണെന്നല്ല വിചാരം. മാസം പൈസ വരുള്ളൂ. അത് ശമ്പളം വരുന്ന 2 ദിവസം 2 ആഴ്ച ഉണ്ടാവും പൈസ. അത് കഴിഞ്ഞാൽ വെച്ചു. പിന്നെ പട്ടിണി പായരം കൊണ്ടുപോയി. പിന്നെ എന്നും പട്ടിണി, കഞ്ഞിയും കൂടി ഉണ്ടാവില്ല. അത്ര പട്ടിണി. അപ്പൊ ഈ ആഴ്ച കഴിഞ്ഞ ഇന്ന് അടുത്ത ആഴ്ച മുതൽ ഞങ്ങള് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങള് പട്ടിണി ഞങ്ങള് കഞ്ഞി ഉണ്ടാവില്ല. നെല്ലുത്തണില്ല, നെല്ലുത്തേരി. അതൊക്കെയാണ് സത്യാണ് വിചാരിക്കുന്നത്. ഞാന് 1 മാസത്തിലെ ഫുഡൊക്കെ ഒന്ന് വാങ്ങിക്കും ശമ്പളം വരുമ്പോ. ഇത് പിന്നെ ദിലുവിന്റെ ചെലവായോണ്ട് നമ്മള് ഡ്രൈവർ ഇതിലോ എണ്ണ അടിക്കണം കേട്ടോ മാഡം. എണ്ണ കുറച്ചുള്ളൂ. പിന്നെ ഇതില് വേറെ പ്രശ്നമുണ്ട്. എന്റെ വ്ളോഗ് ഡ്രൈവിംഗ് സീറ്റിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ നിയമങ്ങൾ എപ്പോഴും എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി മഞ്ചേരി എത്തിയിട്ട് കാണാം. എന്റെ വിശേഷങ്ങൾ ഞാൻ എപ്പോഴും പറയാം. കുറെ പറയാണ്ട് ദിലുവിനെ പറ്റി കുറെ പറയാണ്ട് ഗൈസ്. അതല്ല അതിന് എന്താ ഞാനല്ലേ വീഡിയോ എടുക്കണം. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. വർത്താനം പറയാൻ പാടില്ല. ഞാന് മുൻകൈ എടുക്കേണ്ടി വരും ഗായ്സ്. തുടങ്ങിയാലോ, എന്തേലൊക്കെ തുടങ്ങിയാലോ. അല്ല നിങ്ങൾക്ക് മുണ്ടാൻ പാടില്ല, നിങ്ങൾ മുണ്ടാൻ പാടില്ല കേട്ടോ. അതല്ല പറഞ്ഞത്, ഞാൻ മുണ്ടണ മാത്രല്ല ഇവിടെ എന്തോ പിത്തിനെ പരിപാടി വ്ളോഗ് എടുക്കാനും പാടില്ല. അവിടെ പോയി കണ്ടോ, അവിടെ പോയി കടിച്ചു. വീഡിയോസ് എടുക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. ഞാൻ പെഡ്ജി പിഞ്ച് അപ്പുറത്ത് പെണ്ണുങ്ങളാണെങ്കിലും നമ്മൾ പരസ്പരം വർത്താനം പറയാൻ പാടില്ല. പുതിയ നിയമമാണ്. ഫൈനുണ്ടോ? എന്നോട് വർത്താനം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇന്ത്യൻ മാളിൽ കറഞ്ഞ വ്ളോഗ്
മുടി വെട്ടി ഗൈസ് എന്നിട്ട് കൊളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതന്നെ ഇങ്ങനെ 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 ആയിന്ന് പറഞ്ഞേ എങ്ങനെയായത് അങ്ങനെ മേലേക്ക് വാങ്ങിട്ട് ഇവിടെ ഒട്ടി കൊടുക്കുന്നുണ്ട്. ഓ ഇമ്മ തന്നെ പറഞ്ഞത്. സപ്പൂസിന് ജ്യൂസ് കുടിച്ചാൻ വേണ്ടിയാണ്ട് ജ്യൂസ് പാർസലാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ജ്യൂസ് പാർസലാക്കി അതവിടെ വിളിച്ചിനൊക്കെ ഉണ്ടായിരുന്നു. ആകെ ജ്യൂസ് വേണ്ടിയത് ചിന്ത നോക്കോ. ആപ്പിള് സ്മീല് കുടിച്ചാ രസല്ലേ? പറ്റിച്ചില്ലേ കുടിച്ചാ പോയിക്കാണി നഞ്ചിത ജ്യൂസ് ഇങ്ങനെയല്ല ജ്യൂസ് ഇട്ട് മധുരം ഇട്ടിട്ടില്ല. ആനാപ്പോ സാറിന് രസല്ലേ? മധുരം ഓറാണ്. മധുരം ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ കുടിച്ചാ. അപ്പൊ ഗൈസ് ജ്യൂസ് കുടിച്ച് ഇനി നമ്മൾ പോവാട്ടോ. കട്ട്ലേറ്റ് ആണല്ലോ, കട്ട്ലേറ്റ് പോണായിക്ക് വാങ്ങാം. ഗൈസ് കട്ട്ലേറ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയില്ല. അപ്പോൾ കട്ട്ലേറ്റ് ഇട്ടില്ലല്ലോ എനിക്ക്. അപ്പൊന് പോകാക്കില്ല ഗൈസ്. ലാസ്റ്റ് മമ്മ എടുത്ത് നല്ല തട്ടല. എൻ്റെ മമ്മന്നെ അറ്റാ അപ്പു വണ്ടിയൊക്കെ കണ്ട് കുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അപ്പൂസിന് വാങ്ങിയ പഴംപൊരി. ഇത്തിരി ഓയിലുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ പറയുന്നത് എന്താ എണ്ണക്കടികൾ കഴിക്കരുത് എന്ന് പറയുന്നതാണ്. അത് ഓള് വലിച്ചതല്ലേ. അപ്പൊ പഴംപൊരി തിന്ന അപ്പൊ ഓയിലാണ് അപ്പൊ അവന്റെ അമ്മോ ചൂട്. ഇതാണ് അപ്പൂസിന് സീറ്റ്. ദിലുവിന് മുട്ട ബജി പിന്നെന്താ മുളക് ബജി. ഞാൻ പിന്നെ കഴിക്കാറില്ല. ഓയിലാണ്. ഇത് മിക്കവാറും അപ്പൂസിനെ കൊണ്ട് തീറ്റിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടല്ലോ പഴംപൊരി. അപ്പൊ ചൂടാക്കി തരാം കേട്ടോ. എന്താ ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞത് തിന്നാനൊക്കെ തോന്നും ഗൈസ്. ഞാൻ പിടിച്ച് നിക്കണം. മാക്സിമം പിടിച്ചു. ഓള് വലിച്ചോരി പോയി. പപ്പ ചൂടാക്കി പൂതിക്ക എടുത്തൊക്കെ ഊതി ഗൈസ്. അപ്പൊ രണ്ട് മാറി ചൂടാരോ ഞാൻ ചൂടാക്കി കൊടുക്കട്ടെ കേട്ടോ. ഞങ്ങളിപ്പോ എത്തും കരുതുന്നുണ്ട് മാളിലത്തേക്ക്. ഒരു ഭാഗത്ത് ജ്യൂസ് കുടിച്ചാൽ നിർത്തും. പിന്നെ മറ്റേ ഭാഗത്ത് കടി തിന്നാൻ കുടിച്ചും. കടി തിന്നാൻ കുടിച്ചു കടി തിന്നാൻ മടി നിർത്തും. ഇതാണ് അപ്പൂസിന്റെ ജ്യൂസ്. മന്തി എന്താ പ്രശ്നം? ഒന്ന് കുറച്ചാ മതി. ഇതിപ്പോ ഞാൻ ഈ എണ്ണക്കടി കുടിച്ച് ഈ എണ്ണക്കടി തിന്നു കഴിഞ്ഞാൽ പിന്നെ മന്തിയൊന്നും കിട്ടൂല. എണ്ണ ഏതെങ്കിലും ഒന്നും ഒഴിവാക്കുക നല്ലല്ലേ? അതൊന്ന് ചിന്തിക്കണേ. എന്താ ഇവിടെ പ്രശ്നം? ഏതുള്ള ചിരി എടാ അത് നിങ്ങളോട് പറയല്ല അപ്പൂസിന് പോടുന്നത്. നിങ്ങളോട് എന്താ പറയാൻ വന്നു അപ്പൂസ? മറന്നുപോയി തന്നെ അല്ലേ? ഒരാള് പോണ വൈക്ക് വേണ്ടി തിരിപ്പിച്ച് ജമ്മേ ഈ സാധനം കണ്ട് ഇതെന്താ പേര്? ഇത് സൈലർ. അപ്പൊ ഇവിടെയാണ് കട ഈ ഭാഗത്ത്. ഓണം പോക്കിൽ അവിടുന്ന് അങ്ങനെ പോണ ഞാനെ ഇങ്ങോട്ട് തിരിപ്പിച്ച് ഈ കടിക്ക് വേണ്ടിട്ട് നമ്മുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്യും? ഇവിടെ പാർക്ക് ചെയ്യല്ലേ? അപ്പോ അപ്പോന്ന് വിളിച്ചു. ഏതാതോ അപ്പുവിന്റെ കോപ്പിയാ? അല്ല ഇത് ഇന്നെങ്ങാനും കഴിയോ?
ഇവിടെയാണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ആലോചിച്ചാണ്. അത് ഇറങ്ങേണ്ട കിലോ 699 റുപ്യുണ്ട്. അപ്പോസിന് 399. നോ ഡിസ്കൗണ്ട്. പോട്ടെ പോയിക്കോ. കയറിക്കോ. ഞാൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തി. ഒരാൾ ഫുള്ള് പായിന്. ഇതെടുക്ക. അതാരാ? അതാരാ ഇനി? എടുത്തോ. എനിക്ക് വേണ്ടിയൊക്കെ എടുക്കാം. മമ്മാനെ കണ്ടു. എങ്ങോട്ട് പോയണ്? അപ്പോ ഇതെല്ലാം കണ്ടോ? ആ പോണെന്നാ അതല്ലേ. അപ്പം ഇങ്ങോട്ട് പോരെ. ഗൈസ് നല്ല കളക്ഷനൊക്കെ ഉണ്ടല്ലേ. എത്ര റേറ്റ്? 799. അതേറെ വില കമ്മിയായിരുന്നു. രണ്ടും ഒപ്പുണ്ടോ? രണ്ടും ഒന്നിച്ചുണ്ടോ? ഇവിടെ എൻ്റെ സുഹൃത്തേനെ ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിലുണ്ടോ? എന്നാലും അത് വണ്ടി എടുത്തു. ഓള് എടുക്കണൊക്കെ പൂച്ചൻ്റെ ഒക്കെ എടുക്കുന്നു. ഓള് ഓക്കില്ല സെലക്ട് ചെയ്യാൻ. അത് എവിടെ വരിക? അപ്പോ ഇങ്ങോട്ട് വാ. ഇതല്ലേ രസം. അപ്പോൾ അവിടേക്ക് പോണൊക്കെ ഇതിനെ നോക്കട്ടെ ആദ്യം. എനിക്ക് പറ്റിയെടുത്തു. അപ്പന് അപ്പോ ഷർട്ടൊക്കെ ഉണ്ട്. ഇതെന്താ പണി? എനിക്ക് വേണ്ടത് നോക്ക്. അതാ വേണ്ടത്? ഇല്ലോ അപ്പൂന് ഇതാ മതി. ഇല്ലോ ഇത് മതിയല്ലോ അപ്പൂന്. അപ്പന് ഏതാ വേണ്ടത്? ഏതാ വേണ്ടത് അപ്പൂന്? ഇതാണല്ലോ. ഇതല്ലേ എനിക്ക് വേണ്ടത്? അപ്പോ എനിക്ക് എന്നെ അവിടുന്ന് ഓട്ടിട്ട് കിട്ടൂല്. അതിനെ കാട്ടാൻ പാടും. അടങ്ങിക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് പോയി അടങ്ങിക്കണം. വയലേ കഴിഞ്ഞു. ഇനിയിപ്പോൾ കണ്ടോ ഇവിടുന്നിട്ട് കയറി ഇവിടെ എത്തി. അപ്പോൾ സുയേരിങ്ങളിലേക്ക് പോവാണ്. അപ്പോ കൊയങ്ങില്ലേ? കൊയങ്ങിയോ? എന്തൊക്കെ വിക്രസാൻ്റെ അതില്ലാത്തൊന്നും ഇല്ലല്ലോ. അപ്പോ മമ്മ പോയില്ല. അപ്പൊ ഞാണ്ട് വേണ്ട. മതിയില്ലേ? അപ്പോ ഓ ഗായ്സ് അങ്ങനെ ഗൈസല്ല. ഓ ഗായ്സ് ഞങ്ങൾ ഇന്ത്യൻ മാളിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നിങ്ങള് ചോദിക്കും എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? ഡ്രസ്സൊക്കെ എടുത്തില്ല. മാള് കയറിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അതാകുമ്പോ നമുക്ക് എന്താ വെച്ചാൽ ഒരു റുപ്യ ചെലവുണ്ടാവില്ല. വെറുതെ ഒരു AC ഓൺ ആക്കിയിട്ടേക്കണ്. അപ്പൊ നമ്മളിങ്ങനെ കൊള്ളും. ഇവിടെ ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്. എന്തിനാണ് കറങ്ങണേന്ന് പഠിച്ചമ്പുരാനറിയാം. കിട്ടി സ്ഥലം കിട്ടി. സ്ഥലം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൂസാണെങ്കിൽ വായിലിങ്ങനെ വിരലിട്ടിട്ടു. എന്തിനാണ് ഇങ്ങനെ വായിൽ വിരലിടണാവോ? ഇന്ന് ഫുള്ള് ആ വിരല് വായിലേന്ന് അപ്പുവോ? എനിക്ക് വേദനയാവണില്ല കടിച്ചിട്ട്. പറഞ്ഞു ഫുള്ള് എറുമ്പുക്കളാണ്. നിങ്ങള് ഇപ്പൊ ഫുള്ള് എറുമ്പുക്കളെ വളർത്തുന്നുണ്ട് കാറിന്റെ ഉള്ളില്. ആപ്പിൾ ജ്യൂസുമ്പോ ഫുള്ള് എറുമ്പുക്കള്. അങ്ങനെ ഞങ്ങള് ഇറങ്ങാം കേട്ടോ. അവിടെ എന്തോ കാട്ടി വലിയ
കണ്ടു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതാ വേസ്റ്റ് കൊണ്ടിരുന്നു. ഞാൻ വല്ല അവിടെ വെച്ചിട്ടോ. ആ ശരി. ആയിക്കൂടെയാണോ പോട്ടെ? ആയിക്കൂടെ പോവാ. പപ്പൻ്റെ അടുത്ത് കാവുന്നത് അവൻ. പറ്റിയത് പുതിയതാണല്ലോ. അത് വേണ്ടത് വാങ്ങട്ടോ. ഇരിക്കാൻ പറ്റുമോ പൈസ കൊടുക്കാതെ? ഇപ്പോൾ ഇതിലോ തുടങ്ങിക്കോ 500 ഉറുപ്പ്യ ഉണ്ട്. അനക്ക് വേണ്ട ഗെയിം അനക്ക് കളിച്ച അനക്കേതാ വേണ്ട ഗെയിം? അപ്പോൾ അപ്പൂസിന് ആദ്യം അതിൽ കയറ്റിവിട്. സമ്മാനമൊക്കെ ഉണ്ട്. ഏതാ അപ്പൂനെ ഏതാണ്ട് ബാസ്കറ്റ്? ആദ്യം അപ്പൂനെ കളിപ്പിച്ച വർഷം. ടൈമുണ്ട്, 10 മണി വരെ ടൈമുണ്ട്. ഇപ്പം എത്ര സമയം അറിയോ? 8:22. 10 വരെ കളിച്ച നമുക്ക് കണ്ട് കാറിന് പോട്ടോ. ടീമേയും കണ്ട് കാറിൽ എത്ര റേറ്റ് വരുന്ന നോക്കാം. ആദ്യം ഇതിനാണ് പോയല്ലേ നമ്മള്? ഇജപ്പുറവും ഞാൻ അപ്പുറവും ഒരാൾക്ക് വാ. റേറ്റ് നോക്ക് വാ. കാട്ടെടുത്തങ്ങാണ്ട് കാട്ടി മുട്ടിന കാട്ടിലത്. ഗായ്സ് 60 മുതലേ ഒരു നൂലാമാല ഇതേ എനിക്ക് മനസ്സിലായി. ഇതെന്താണ്? ഇതെന്താ സാധനം ചോദിക്കാൻ നിൽക്കണ്ടോ? എന്താ പറഞ്ഞേ? ഇത് അവിടെ കൊടുത്താല് പോയിന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് വന്ന് ടോയ്സ് എന്തെങ്കിലും വാങ്ങാം. ഞാൻ കരുതി ഇത് നിക്കണില്ല. എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തി. കോൺസെൻട്രേഷൻ ആണ് ഫുൾ. ചൂണ്ടിയെടുത്ത് ഇറങ്ങിയേക്കാം മീൻ പിടിച്ചാൽ.
നോക്കല്ല, ഇന്നത്തെ ദിവസം ഇക്ക കൊണ്ടുപോയി. Be a good sport. Play again. ഇല്ല കഴിഞ്ഞു. അതൊക്കെ വെറും മുടയിപ്പുണ്ടായിരുന്നു. എന്റെ കുട്ടി കുറക്ക വന്നിക്കണേ. എന്താ പറയാനുള്ളത്? വല്ല ഊറ്റത്തിൽ പോയിന്റൊക്കെ വലിച്ചു കൂട്ടി കാര്യമല്ല ഇട്ടാണ്. 206 പോയിന്റിന് ചെന്ന് 250 ഉറുപ്പ്യ കളഞ്ഞാണ്. 250 അല്ലല്ലേ, 300 ഉറുപ്പ്യത്തോളം കളഞ്ഞ് 250 പോയിന്റ് കിട്ടി. അതിൻ്റെ ഒപ്പം ഒരു പേന ഇട്ടാണ് 10 ഉറുപ്പ്യൻ്റെ. അപ്പൂസ് ഇവിടെ അപ്പളേ പറഞ്ഞാണ് അയക്ക് ഞാൻ കയറ്റിക്കോളി. ഞങ്ങളേ അപ്പൂസിനെ ചാടി കളിച്ചാൽ കൊണ്ടുപോകും. അപ്പൂസിനെ പറ്റിയത് ഇതാണ്, ചാടി കളിക്കാനൊന്നും അപ്പൂസ് ആയിട്ടില്ല എന്ന് അവര് പറയണത്. ആപ്പിൾ ജ്യൂസ് അവിടെ. അപ്പു അപ്പൊ ഗൈസ് ഇതില് വച്ചിങ് കാട് ഇത് കേടാണ്. കളിച്ച് എങ്ങനെ തിരിക്കല? ഒരാളോട് കളിച്ചാൽ മനോള് നോക്കിക്ക. 1000 പോയിന്റ് കുടിച്ച് നിർത്തിയതില്ലോ. 75 75 1000 1000 1000 5 അപ്പൊ 5 പോയിന്റ് ഇട്ടി. അടുത്തതില്ലോ, അടുത്ത 1001 വലിച്ചതേ ദിലുവിനെ പോയിന്റ് കിട്ടി. ഇത് ദിലു കളിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. കാരണം വിയർത്ത് കുടിച്ച് ഞാൻ എല്ലാ ഞായറാഴ്ചയും വന്നാണ്ടേ കളിച്ച. അടുത്ത പ്രാവശ്യം വരുമ്പോ മാക്സിലൊന്നല്ലേ കയറണ്, ഗെയിമിങ്ങിലാണ് കയറുന്നത്. ഗൈസ് ഇന്ന് ഓഫറൊക്കെ കാണുന്നുണ്ട് 60%. പിടിച്ചോ
എന്താരാ ആരതി ആരാണിത് അപ്പു അപ്പുന് കോട്ടയാണല്ലോ ആരാ ഇവിടെ ചായപ്പീടി ഇതൊക്കെ തുടങ്ങിയത് ഷർട്ടൊക്കെ ഉണ്ടല്ലോ ഇതെന്താ ദിനേശ് കേരള ദിനേശ് ഷോ കേരള ദിനേശ് ഷോ ആരാ ദിനേശ് 750 ഷർട്ട് കോട്ട ഒരാൾക്ക് ഭയങ്കര പേടി കേട്ടോ അങ്ങനെ ഗായ്സ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മാളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിൽ താഴത്തെത്തി ഓള് തന്നെ അന്തം മുട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും എന്നിട്ട് കോമഡി അതല്ല നമ്മളെ വണ്ടി അപ്പാണുള്ളൂ കാരണം നമ്മൾ വന്നപ്പോൾ പജീറ് നമ്മളെ കാറിൻ്റെ അപ്പുറത്തേനി അത് ഇങ്ങോട്ട് താഴത്തേക്ക് മാറ്റിയിട്ടപ്പോൾ ഓള് പിന്നെ നമ്മളെ വണ്ടി അപ്പിയെടുക്കും പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലെത്തി നമ്മൾ പാർസലാക്കിയാണ് ചെയ്തത് നമ്മൾ മിഡ്വേന്ന് ഫുഡ് പാർസലാക്കി നേരെ വീട്ടിലേക്ക് വിട്ട് ഇപ്പോൾ ഗൈസ് വീട്ടിലെത്തി എല്ലാവരും ചോറ് വെച്ചിട്ട് സാധനം പിടിച്ചത് നേരെ തിരിച്ചാണ് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് എന്നിട്ട് ഗ്യാസ് കയറി അവരെല്ലാം മുട്ട ഗ്യാസാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾ വധുവിൻ്റെ മന്തി അൽഫാമും ഇത് ഫുള്ള് ദിലുവിൻ്റെ ഡേ ആണ് ഗൈസ് വെറുതെ പറയണ ഗൈസ് ഇന്ന് ഫുള്ളിക്ക ഇക്കനൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ പൈസ ചെലവാക്കിയിട്ടില്ലെന്ന് അപ്പോൾ ഗൈസ് ഇത് കഴിക്കണം ഉറക്കം വരുന്നുണ്ട് സമയം 10-11 മണിയായി അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൂസ് നല്ല ഉറക്കത്തിലാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം